നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സൗത്ത് ബ്ലോക്കിൽ നിന്നും സേവാ തീർത്ഥത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഓഫീസ് മാറ്റിയിരിക്കുന്നു. ഓഫീസ് മാറ്റിയതിനോടനുബന്ധിച്ച് വളരെ പ്രധാനമായ 3 കാര്യങ്ങളാണ് തീരുമാനിച്ചത്. അതിൽ ഒരു കാര്യമാണ് എനിക്ക് ഏറ്റവും പ്രയോജനകരമായും പ്രധാനപ്പെട്ടതുമായി തോന്നിയത്. അത് പ്രൈം മിനിസ്റ്റർ റോഡ് ആക്സിഡൻറ്റ് വിക്ടിംസ് ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് അഷ്വേർഡ് ട്രീറ്റ്മെൻറ്റ് സ്കീം എന്നുള്ള റൗഹത്ത് സ്കീം അതാണ്. ഇതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒരു വർഷം ഇന്ത്യയിൽ റോഡ് അപകടങ്ങളിൽപ്പെട്ട് 1,75,000 പേർ മരിക്കാനിടയാകുകയും ഏകദേശം 4,60,50,000 പേർക്ക് ഗുരുതരവും അല്ലാതെയുമുള്ള പരിക്കുകൾ ഏൽക്കാൻ ഇടയാകുകയും ചെയ്യുന്നു. ഈ 1,70,000 പേരിൽ 80,000 പേരെയെങ്കിലും സമയത്തിന് ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ രക്ഷിക്കാൻ സാധിക്കുമായിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് പലപ്പോഴും ആസ്പത്രികളിൽ എത്തിക്കാൻ സൗകര്യമുണ്ടാകില്ല, അല്ലെങ്കിൽ എത്തിച്ചാൽ തന്നെ ശരിയായ ചികിത്സ കിട്ടുകയില്ല. കാരണം അവരാരാണെന്നോ അല്ലെങ്കിൽ അവർ പൈസ അടച്ച് ചികിത്സയ്ക്ക് തയ്യാറാവുകയാണോ ഇല്ല എന്നോ ഉള്ള പലവിധ കാരണങ്ങളാൽ ആ ചികിത്സ നിഷേധിക്കപ്പെടും, അല്ലെങ്കിൽ വൈകാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനായിട്ടാണ് ഈ വളരെ സൗഹൃദപരമായ, സാമൂഹികമായി ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു സ്കീം കൂടി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നടപ്പാക്കിയിരിക്കുന്നത്. അതനുസരിച്ച് ഒരു അപകടത്തിൽപ്പെട്ട് ആസ്പത്രിയിൽ എത്തുന്നവർക്ക് ക്യാഷ്ലെസ് ചികിത്സ ഉടൻ ലഭ്യമാക്കും. ഇതനുസരിച്ച് 1,50,000 രൂപ വരെയുള്ള ചികിത്സയ്ക്ക് യാതൊരുവിധ ക്യാഷും ഈ ആക്സിഡൻറ്റിൽ പരിക്കേറ്റ ആൾ നൽകേണ്ടതില്ല. അത് സർക്കാർ തന്നെ നേരിട്ട് അതാത് ഇതിൽ ലിസ്റ്റിൽ വരുന്ന, എംപാനൽഡ് ലിസ്റ്റിൽ വരുന്ന ആസ്പത്രികളിലേക്ക് നൽകുന്നതാണ്. ഇതിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് വെച്ചാൽ, 1, ഇത് ക്യാഷ്ലെസ് ആണ്. 2, ഇത് അടിയന്തര ചികിത്സയാണ്. ചികിത്സാ ചെലവ് പരിധി അത് പരമാവധി പരിധി സർക്കാർ നിർദ്ദേശപ്രകാരം ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത് 1.5 ലക്ഷം രൂപയാണ്. ഗോൾഡൻ അവർ, അതായത് സുവർണ മണിക്കൂർ, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ഒരു ജീവൻ രക്ഷിക്കാൻ. ആ സമയത്തുള്ള സഹായം ഇത് സർക്കാർ അംഗീകരിച്ച എംപാനൽ ആസ്പത്രികൾ, ഇത് സർക്കാർ ആസ്പത്രികളിലുണ്ടാകും, സ്വകാര്യ ആസ്പത്രികളിലുണ്ടാകും. അതിൻ്റെ എംപാനൽ നടത്തിക്കഴിഞ്ഞാൽ അതിലേതൊരു ആസ്പത്രിയിലേക്ക് ചെന്നാലും ഈ ഒരു സഹായം യാതൊരു പരിധിയും യാതൊരു തടസ്സവുമില്ലാതെ ചികിത്സ ഉറപ്പാക്കാനായിട്ട് സാധിക്കും. ഇന്ത്യയിൽ റോഡ് അപകടത്തിൽപ്പെട്ട ഏതൊരു വ്യക്തിക്കും ഇത് സാധിക്കും. അപകടവിവരം പോലീസിലോ അധികാരികളിലോ റിപ്പോർട്ട് ചെയ്താൽ ആധാർ തുടങ്ങിയ തിരിച്ചറിയൽ രേഖകൾ ഉണ്ടെങ്കിൽ ഇത് അത്യാവശ്യമായ സന്ദർഭങ്ങളിൽ എല്ലാവർക്കും ലഭിക്കും. റോഡ് സുരക്ഷ മെച്ചപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വ്യാപക പദ്ധതിയുടെ ഒരു ഭാഗമാണിത്. ഒരു ഭാഗത്ത് സുരക്ഷ നന്നാക്കണം, എന്നിരുന്നാലും അപകടങ്ങൾ പലതും അതീതമായിട്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ആ വിക്ടിംസിന് അവരെ സഹായിക്കുക, അവരുടെ ജീവൻ രക്ഷിക്കുക, അവരുടെ ഗുരുതര പരിക്കിൻ്റെ കാഠിന്യം കുറയ്ക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ആർക്കും ഒരു പരിക്കിൽ നിന്നും മരണം സംഭവിക്കരുത്. രക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ ആ വ്യക്തിയെ രക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇതൊരു മഹത്തായ ലക്ഷ്യമാണ്. ഇത് നടപ്പാക്കി തുടങ്ങിയാൽ തീർച്ചയായിട്ടും റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ അപകടങ്ങൾ കുറയ്ക്കാൻ കുറേ കൂടി ശക്തമായ നടപടികൾ ആവശ്യമാണ്. പ്രത്യേകിച്ചും എന്നെപ്പോലുള്ളവർ റോഡ് ആക്സിഡൻസിനെ പറ്റി റിസർച്ച് നടത്തിയിട്ടുള്ള വ്യക്തികൾക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. കുറേയധികം നടപടികൾ കൂടി ഓവർ സ്പീഡ് നിയന്ത്രിക്കുന്നതിനും അങ്ങനെയുള്ള കാര്യങ്ങളിലും, ഡ്രങ്ക് ആൻഡ് ഡ്രൈവിങ്ങിലും, അതുപോലെ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നതിലും, അതുപോലെ ഓരോ വ്യക്തിയും, റോഡ് ഉപയോഗിക്കുന്ന ഓരോ വ്യക്തിയും റോഡ് നിയമങ്ങൾ പരിപാലിക്കുന്നതിലുമുള്ള നടപടികൾ അത്യാവശ്യമാണ്. അതോടൊപ്പം ഇത്തരമൊരു നടപടി കൂടി ഉണ്ടായാൽ വളരെ കാര്യമായി നമ്മുടെ ഈ അപകടങ്ങളിൽപ്പെട്ടുണ്ടാകുന്ന ദുരന്തങ്ങൾ ഏകദേശം ഒഴിവാക്കാനാകും. പൂർണ്ണമായി ഒഴിവാക്കാനാകുമെന്ന് എനിക്ക് പറയാനാകില്ല, പക്ഷേ വളരെ വലിയ രീതിയിൽ അത് കുറച്ചു കൊണ്ടുവരാനാകും. ഇത് നടപ്പാക്കിയ പ്രധാനമന്ത്രിക്ക് അഭിനന്ദനങ്ങൾ. ഇത് എത്രയും വേഗം അത് എല്ലാ ഹോസ്പിറ്റൽസും എംപാനൽ ചെയ്ത് അറിയിച്ച് നടപ്പാവട്ടെ എന്ന് ആശംസിക്കുന്നു.